പാല് കൊടുത്ത കയ്യിൽ തന്നെ കടിച്ചിട്ട് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ആളാണ് വാര്യർ. ആ വാര്യരെ നമ്പിയ ലീഗിന് തന്നെ വാര്യർ പണി കൊടുത്തു. ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കി. പൊന്നെ ഷാജ, ഇതിലും ഭേദം സന്ദീപ് വാര്യർക്ക് വന്നിട്ട് ഞങ്ങളെ കുത്തിക്കൊന്നിട്ട് പോകുന്നതായിരുന്നു. അയാൾ എന്തേ കുത്തിക്കൊല്ലാഞ്ഞ്? ഏതോ നാട്ടിൽ നിന്ന് വന്നു. ഈ പറയുന്ന ഈ KC വേണുഗോപാലിന്റെ ആൾക്കാരടക്കം മുഴുവൻ ആൾക്കാരും ബഹിഷ്കരിച്ചപ്പോൾ തൃക്കരിപ്പൂർ വന്നു വമ്പൻ സ്വീകരണം. ഞാനൊക്കെ ചിറ്റാരിക്കാരിൽ നിന്ന് ഈ പൊരിവെയിലത്ത് പോയതാ ഇവിടെ വരുന്ന സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ. KC വേണുഗോപാൽ പറഞ്ഞിട്ടല്ല പോയത്. ഇതിനും ഭേദം അയാൾക്ക് ഞങ്ങൾക്ക് വിഷം തന്നിട്ട് കൊന്നു കളയുന്നതായിരുന്നു. അയാളുടെ സോഷ്യൽ മീഡിയ കാണുന്നില്ല. ഇയാൾ പൊട്ടനാണോ? താനി പൊട്ടൻ. കാരണം സോഷ്യൽ മീഡിയയും പത്രം മാധ്യമങ്ങളും അയാൾ കാണുന്ന ശകലം വിദ്യാഭ്യാസം ഉള്ളവരുത്തനാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇയാളെ ചോന്നത്. ഈ 38-40 ഡിഗ്രി ചൂടിന് ഈ മലമണ്ട മുഴുവൻ, ഈ തൃക്കരിപ്പൂര് അവിടെയുള്ള നിരപ്പ് പ്രദേശത്തോടല്ലേ, ഈ മലമണ്ടയ്ക്കൂടെ മുഴുവൻ ഈസ്റ്റ് എളേരി വെസ്റ്റ് എളേരി മുഴുവനും മല മുഴുവൻ കയറി ഇറങ്ങി. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് മാത്രം 6100 വോട്ട് ഞങ്ങൾ ഭൂരിപക്ഷം കൊടുത്തു ഈ ഒരൊറ്റ പഞ്ചായത്തിൽ നിന്ന്. അവന്റെ ചീമേലിയിലും കയ്യൂരിലും ഉള്ളിടത്തുനിന്ന് ഉണ്ടാക്കുന്ന പോലെയല്ല, ഞങ്ങൾ അതുപോലെ കൊടുത്തു. രണ്ടാമത്, മുസ്ലിം ലീഗുകാരാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. കുഴൽനാടൻ തെറി പറഞ്ഞപ്പോഴെങ്കിലും ഇവൻ നോട്ടടിക്കണ്ടായിരുന്നു. ഇയാൾക്ക് ബോധമില്ലേ? ഇയാൾക്ക് ധൈര്യമുണ്ടോ ഒന്നുകൂടെ രാജിവെച്ചിട്ടൊന്ന് മത്സരിക്കാനായിട്ട്? KC വേണുഗോപാലിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇനി പച്ച തപ്പുവോ? ഇയാൾ ഒറ്റുകാരനായിട്ട് ജനം വിലയിരുത്തിയില്ലേ? സാമാന്യ ജനം എന്ത് പറയുന്നു നോക്കാനുള്ള ത്രാണി ഈ മനുഷ്യനില്ലാതെ പോയോ? എന്ത് കഷ്ടമുണ്ടെന്ന് നോക്കണം. ഇയാൾക്ക് ഈ മിനിയാന്ന് ഞങ്ങളോട് സ്വീകരണം കൊടുക്കേണ്ടതാ. അതിനു വേണ്ടി സ്കൂളിലെ പിള്ളേരെ വരെ ശട്ടം കെട്ടി ഞാൻ നിർത്തിയതാ. ഇനി ഞാൻ ആരോട് എന്ത് സമാധാനം പറയും? കഷ്ടമുണ്ട്. ചില തറവാടിയാണെന്ന് വിചാരിച്ചത്. കാഷ്ടം. VD സതീശനല്ലേ നമ്മൾ വോട്ട് ചെയ്തേ? അയാളല്ലേ പട നയിച്ചത്? ഒന്നും അറിയാത്ത ആളാണ് ഇയാള്.